അല്ല, അത് മരണം ആണ്, സമാധിയല്ല. സമാധി എന്നുള്ളത് ജീവിച്ചിരിക്കാതെ തന്നെ സംഭവിക്കുന്ന കാരണം. അങ്ങനെ സാധാരണ മരണമടയുന്ന ഒരാളെ കൊണ്ട് ഇങ്ങനെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും സമാധി എന്ന് വിളിക്കാൻ കഴിയില്ല. ബോബൻ സ്വാമി എന്ന പേരായിട്ടുള്ള അദ്ദേഹം വലിയ സിദ്ധനാണെന്നൊക്കെയാണ് പറയുന്നത്. ആൾ ദൈവങ്ങളായിട്ട് കഴിയുന്നവരുണ്ട്. ഇതില് കള്ളനാണയങ്ങളും കൊള്ളാവുന്ന നാണയങ്ങളും ഒക്കെ ധാരാളമുണ്ട്. സമാധി ചെയ്ത് തീർച്ചയായിട്ടും പൊളിക്കണം. ഈ നിയമ സംവിധാനത്തിന് അതീതരൊന്നുമല്ല ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു രഹസ്യ സ്വഭാവം ഈ വീട്ടുകാർ എന്തിനു പ്രകടമാക്കുന്നു എന്നും വ്യക്തമാണ്. പക്ഷെ ആരും തന്നെ അങ്ങനെ എൻ്റെ സമാധി ഇങ്ങനെ രഹസ്യമാക്കി വെക്കണമെന്നോ അത് നാട്ടുകാരെ ആരെയും അറിയിക്കരുതെന്നോ ആളിതുവരെ പറഞ്ഞതായിട്ട് അറിവില്ല. ജീവൻ വെടിയുന്നത് സമാധിയല്ല, അത് കേവലം മരണമാണ്. അതൊരിക്കലും ഈ സാധാരണ ലൗകിക ജീവിതം നയിക്കുന്ന ആർക്കും തന്നെ അങ്ങനെ സമാധിയാകാനായിട്ട് കഴിയുകയില്ല. സിദ്ധൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പം മാത്രമായിരുന്നു. അങ്ങനെ സമാധിയാകുമ്പോൾ ആരും കാണാൻ പാടില്ല എന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആ ബോഡി പിന്നെ അവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി സംസ്കരിക്കണം. ശരീരം എന്നുള്ളത് കേവലം ഒരു ജഡവസ്തു മാത്രമാണ്. ഈ ജഡവസ്തു എന്ത് ചെയ്താലും പിന്നീട്ടൊരു കുഴപ്പമില്ല. നമസ്തേ. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് സമാധി എന്ന് വെച്ചാൽ എന്താണ്. ഇപ്പോഴും പലർക്കും അറിയില്ല എന്താണ് സമാധി എന്ന്. ഭാരതീയ ദർശനങ്ങളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ദർശനമാണ് പതഞ്ജലി മഹർഷി ആവിഷ്കരിച്ച യോഗ ദർശനം. 8 ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് അതിന് അഷ്ടാംഗ യോഗം എന്നാണ് പറയുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇത് ഒരു അനുഷ്ഠാന പദ്ധതിയാണ്. അപ്പോൾ ഇതിലൊടുവിൽ വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മസത്യത്തിൽ ഒരു ജീവൻ ലയിച്ചു ചേരുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അത് സാധാരണ ആളുകൾ കരുതുന്നത് പോലെ മരണത്തോടു കൂടി സംഭവിക്കുന്നതല്ല, ജീവിച്ചിരിക്കാതെ തന്നെ സംഭവിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ പാതഞ്ജല ദർശനം അനുസരിച്ച് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഒരിടത്ത് സ്വസ്ഥമായിരുന്ന് നിരന്തരമായി ധ്യാനം നടത്തുക. ആ ധ്യാനം എന്ന് പറയുന്നത് ഉള്ളിൽ സങ്കല്പിച്ചിരിക്കുന്ന ഒരു സത്യസ്വരൂപത്തെ മുൻനിർത്തിയായിരിക്കും. ആ ധ്യാനത്തിലൂടെ ഒടുവിൽ എത്തിച്ചേരുന്ന അവസ്ഥയെയാണ് സമാധി എന്ന് പറയുന്നു. സമ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസത്യമാണ്. ആ സമയിൽ ഒരു ജീവൻ ലയിച്ചു ചേരുന്നതാണ് സമാധി. രണ്ടും ഒന്നായി തീരുന്ന അവസ്ഥ, സാക്ഷാത്കാരമെന്നോ. അപ്പൊ അത് മരണത്തോടു കൂടി സംഭവിക്കുന്നതല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നതാണ്. ഈ സമാധിയാവസ്ഥയെ പ്രാപിച്ച മഹാത്മാക്കൾ അവര് ശരീരം വെടിയുന്ന ഒരു സന്ദർഭം വന്നു ചേരും. അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ മരണമല്ല, അത് ജീവിച്ചിരിക്കാതെ തന്നെ സംഭവിക്കുന്ന ഈശ്വര സാക്ഷാത്കാരത്തെയാണ് സമാധി എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊന്നാണ് പ്രാണായാമം. അതെന്താണ്? നമ്മുടെ പ്രാണശക്തിയെ നിയന്ത്രണ വിധേയമാക്കുന്നതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രാണശക്തിയെ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാക്കി നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ പ്രാണായാമം ചെയ്യുന്നതിലൂടെ അല്ലാതെയും ശരീരത്തിന് രോഗങ്ങളെ തടയാനും അങ്ങനെ ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട്. അതിലെത്ര ഘട്ടങ്ങളുണ്ട്? ഈ പ്രാണായാമം ഓരോ അറകളിലായിട്ട് നിറച്ചാണ് സമാധി ആവുന്നതെന്ന് പറയുന്നത് കേട്ടു. 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രാണശക്തിയെ നമ്മിലേക്ക് സ്വീകരിക്കുക, അവിടെ തന്നെ നിലനിർത്തുക, അതിനെ പുറത്തേക്ക് ഇടുക. ഇതിന്റെ സമയക്രമം കൂട്ടി നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് ഈ പ്രാണായാമത്തിന്റെ ഒരു പ്രയോജനമായിട്ട് പറയുന്നത്. സ്വാമി, ഇപ്പം നെയ്യാറ്റിൻകരയിൽ നടന്നൊരു സംഭവത്തെ പറ്റി അറിഞ്ഞായിരുന്നോ? ഞാനിങ്ങനെ മാധ്യമങ്ങളിലൂടെ അതേക്കുറിച്ച് ഇങ്ങനെ കണ്ടിരുന്നു. സമാധിയായെന്നാണ് പറയുന്നത്. അപ്പം അതിനെ കുറിച്ച് പറയാമോ? അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിവില്ല. അതിന് നമ്മുടെ നാട്ടിൽ അതിന് തക്ക നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ നിയമ സംവിധാനങ്ങളിലൂടെ തന്നെ ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്. അപ്പൊ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങളെല്ലാം പാലിക്കാനായിട്ട് ഏവരും ബാധ്യസ്ഥരുമാണ്. നമ്മുടെ ഭാരതത്തിൽ ജീവിക്കുന്ന ആരും തന്നെ നിയമത്തിന് അതീതരൊന്നുമല്ല. അതുകൊണ്ട് അവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് പൊതു സമൂഹത്തിന് ആഗ്രഹമുണ്ട്. ഈ വീട്ടുകാർ അവകാശപ്പെടുന്നത് പോലെ ഈ ബോബൻ സ്വാമി എന്ന പേരായിട്ടുള്ള അദ്ദേഹം വലിയ സിദ്ധനാണെന്നൊക്കെയാണ് ആ വീട്ടുകാരൊക്കെ പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ സിദ്ധി വൈഭവം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്. പക്ഷെ ആരും തന്നെ അങ്ങനെ എന്റെ സമാധി ഇങ്ങനെ രഹസ്യമാക്കി വെക്കണമെന്നോ അത് നാട്ടുകാരെ ആരെയും അറിയിക്കരുതെന്നോ ആളിതുവരെ പറഞ്ഞതായിട്ട് അറിവില്ല. അപ്പോ ഇതിലൊരു രഹസ്യ സ്വഭാവം ഈ വീട്ടുകാർ എന്തിനു പ്രകടമാക്കുന്നു എന്നും വ്യക്തമല്ല. അതൊരിക്കലും അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിയമവിരുദ്ധമോ അതുപോലെ ധർമ്മശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമോ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരുവാനായിട്ടുള്ള ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്. ഈ ഒരു സമാധി ആവുന്നതിന് ഒരുപാട് നാളത്തെ പ്രയത്നങ്ങളൊക്കെ വേണ്ടേ?
പെട്ടെന്ന് ഒരാൾക്ക് ഞാൻ സമാധി ആവാൻ പോവാന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഒരാളിൽ സമാധി കൈവരുക എന്നുള്ളത് മുജ്ജന്മങ്ങൾ ഉണ്ടെങ്കിൽ ആ ജന്മങ്ങളിൽ അനുഷ്ഠിച്ചിട്ടുള്ള കർമ്മങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് വരും. അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല. ഇപ്പം സ്വാഭാവികമായിട്ട് മരിച്ച ഒരാളെ സമാധിയായെന്ന് പറഞ്ഞില്ലേ എന്തെങ്കിലും? ഇപ്പോ ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, അതുപോലെ രമണ മഹർഷി തുടങ്ങിയ മഹാത്മാക്കൾക്കൊക്കെ സംഭവിച്ചത് മഹാസമാധിയാണ്. അവരവർക്ക് ഈ ലോകത്ത് ചെയ്തു തീർക്കേണ്ടതായ കുറെ കർമ്മങ്ങൾ ഉണ്ടാകാം. ആ കർമ്മങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവര് സമാധിയാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ലോകത്ത് കർമ്മങ്ങളിൽ വ്യാപൃതരായത്. എല്ലാ കർമ്മങ്ങളും ഒടുങ്ങി എന്ന് കാണുമ്പോൾ അവർ ശരീരവും ഉപേക്ഷിക്കുന്നു. അതിനെയാണ് മഹാസമാധി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് മരിച്ച ഒരാളെ സമാധി എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റില്ലല്ലോ, സമാധിയായി എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു കേസ് ഇപ്പൊ നെയ്യാറ്റൻകര സ്വാമിയുടേതാണെങ്കിൽ സ്വാമി കഞ്ഞിയെ കുറിച്ചു ബിപിയുടെ ഗുളികയെ കഴിച്ചിട്ടാണ് സമാധിയായെന്നാണ് പറയുന്നത്. ഈ ഒരു സംഭവത്തിന്റെ നിജസ്ഥിതി ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ജീവൻ വെടിയുന്നത് സമാധിയല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് കേവലം മരണമാണ്. അതൊരിക്കലും ഈ സാധാരണ ലൗകിക ജീവിതം നയിക്കുന്ന ആർക്കും തന്നെ അങ്ങനെ സമാധിയാകാനായിട്ട് കഴിയുകയില്ല. അതൊരു വ്യക്തിയിൽ സംഭവിക്കുന്ന പരിണാമമാണ്. പ്രപഞ്ചത്തിന് കാരണമായി നിൽക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യത്തെ എന്ത് പേരിട്ട് വിളിച്ചാൽ, അള്ളാഹുവെന്നോ ബ്രഹ്മമെന്നോ അറിവെന്നോ ദൈവമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാൽ ആ സത്യത്തെ അറിയുക എന്ന്, അത് അനുഭവമാക്കി തീർക്കുക, അതിനെ സാക്ഷാത്കരിക്കുക, അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. ആ അനുഭവത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല. എനിക്ക് അതേക്കുറിച്ചൊന്നും പറയാനില്ല. ഉണ്ടാകാം, ഇല്ലായിരിക്കാം, എന്തോ ആകട്ടെ. അങ്ങനെ സാധാരണ മരണമടയുന്ന ഒരാളെ കൊണ്ടുപോയി ഇങ്ങനെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും സമാധി എന്ന് വിളിക്കാൻ കഴിയില്ല. പല സമൂഹ പരിഷ്കർത്താക്കളുടെയും സ്മൃതി കുടീരത്തെ, അവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലത്തെ സമാധി പീഠം എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് തെറ്റാണ്, വിളിക്കാൻ പാടില്ല. കാരണം അവരൊന്നും ആത്മസാക്ഷാത്കാരം നേടിയ ആളുകളല്ല. ഈ ഒരു സമാധി ആവുന്ന സമയത്ത് ആരും കണ്ടുകൂടാന്ന് പറയുന്നുണ്ട്. വീണ്ടും ഈ സമാധി എന്നുള്ള പദത്തെ മരണവുമായി ബന്ധപ്പെടുത്തിയാണോ ചോദിക്കുന്നത്? അല്ല, അത് മരണം ആണ്, സമാധി അല്ല. സമാധി എന്നുള്ളത് ജീവിച്ചിരിക്കാതെ തന്നെ സംഭവിക്കുന്ന ഈശ്വര സാക്ഷാത്കാരമാണ്. സ്വാമിയുടെ മകൻ പറയുന്നത് സ്വാമി സമാധി ആയിരിക്കാം, അത് മഹാസമാധി എന്നാണ് പറയുന്നത്. മഹാസമാധി ആവാൻ പോയ ടൈമില് ആരെയും കണ്ടുകൂടാ, എല്ലാം ഇത് എന്താ പറയാ, രഹസ്യമായിരിക്കണം. അതെ, ഓരോ സമ്പ്രദായത്തിലും അവർക്ക് അവരവരുടേതായ ചില സങ്കല്പങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമായിരിക്കും. അപ്പൊ അത് ഈ ഒരു സിദ്ധൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പം മാത്രമാണ്. അങ്ങനെ സമാധിയാവുമ്പോൾ ആരും കാണാൻ പാടില്ല എന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ശ്രീബുദ്ധനായാലും ശ്രീനാരായണ ഗുരുവായാലും അങ്ങനെയുള്ള ഓരോ മഹാത്മാക്കളെ നോക്കുമ്പോൾ ആരും കാണാതെ വിളിച്ചിരുന്നൊന്നുമില്ല അവര് മഹാസമാധി പ്രാപിച്ചത്. ഈ ഒരു കേസിൽ ആ സ്വാമിയുടെ മകൻ പറയുന്നത് സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ സമ്പ്രദായത്തിനും അവരവരുടേതായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. അദ്ദേഹം ആവിഷ്കരിച്ച സമ്പ്രദായത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടായിരിക്കാം അദ്ദേഹത്തിന്റെ മക്കൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു സ്വീകാര്യത ഒരിക്കലും അത് നൽകാൻ കഴിയില്ല. കേരളത്തിൽ എപ്പോഴും മഹാസമാധി നടക്കുന്നുണ്ടോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സശരീരരായിട്ട് ഇരിക്കുന്നുണ്ട്. അവര് ഏത് നിലയിൽ എത്തി നിൽക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പലരും ആൾദൈവങ്ങളായിട്ട് കഴിയുന്നവരുണ്ട്. എന്നാൽ തങ്ങളുടെ സാധനയും ഉപാസനയും ഒക്കെ ആയിട്ട് വളരെ സ്വസ്ഥമായിട്ട് കഴിയുന്ന ആളുകളുണ്ട്. സമൂഹവുമായി നിരന്തരം സമ്പർക്കം പാലിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ പ്രാപിച്ച് മൗനത്തിൽ ലയിച്ചിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ കേരളത്തിലെ ഈ സന്യാസ സമൂഹത്തെ നോക്കുമ്പോൾ എല്ലാവരും ഒരേ നിലയിലൊന്നുമല്ല വർത്തിക്കുന്നത്. പിന്നെ ഇതില് കള്ളനാണയങ്ങളും കൊള്ളാവുന്ന നാണയങ്ങളും ഒക്കെ ധാരാളമുണ്ട്. ലോകം മുഴുവൻ അറിയുന്ന വലിയ ആൾദൈവമായി കഴിയുന്നവര് സാധാരണ എല്ലാ മനുഷ്യരും മരിക്കുന്നുണ്ട്. അതിനൊക്കെ വലിയ മഹാസമാധിയായിട്ട് ചിത്രീകരിച്ച് അനുസ്മരണങ്ങളൊക്കെ നടക്കുന്ന ഒരു ലോകമാണത്. അതുകൊണ്ട് ഒരുപാട് കാപട്യങ്ങളും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമായതുകൊണ്ട് ബാഹ്യപ്രകൃതം നോക്കിക്കൊണ്ട് ആരെയും നമുക്ക് നിർണയിക്കാനായിട്ട് കഴിയില്ല. ഒരു കാര്യോട് ചോദിച്ചോട്ടെ, ഈ ഒരു സമാധി ഇപ്പം പൊളിക്കുന്നതിനെ പറ്റി ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഈ സമാധി പൊളിക്കുന്നതിനോട് സ്വാമിക്ക് എന്താണ് പറയാനുള്ളത്? സമാധി അത് തീർച്ചയായിട്ടും പൊളിക്കണം. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. ഈ നിയമ സംവിധാനത്തിന് അതീതരൊന്നുമല്ല ഒരു മനുഷ്യനും ഇവിടെ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ പൊതു സമൂഹത്തിന്റെ മുൻപിൽ ഇതൊരു സംശയത്തിന്റെ നിഴലിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സമാധി പീഠമെന്ന് ഇവർ അവകാശപ്പെടുന്നതോടെ പൊളിച്ചു നോക്കണം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിനും അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്, അദ്ദേഹം സ്വയം സമാധിയായതാണോ, മറ്റേതെങ്കിലും ശക്തികൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള വസ്തുത
ലോകം അറിയേണ്ടതാണ്. ഇവര് പറയുന്ന അവരുടെ സ്വാമിയുടെ മക്കൾ പറയുന്നത് ഈ കല്ലറ പൊളിച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുവാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഇത് വേണ്ട എന്നാണ് പറയുന്നത്. ആ ബോഡി അവർക്ക് വേണ്ട. ആ ബോഡി പിന്നെ അവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി സംസ്കരിക്കണം. അപ്പൊ ഈ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മഹാസമാധി സ്വയമേ ജീവൻ വെടിഞ്ഞതാണെന്ന് അറിയുമ്പോൾ അത് വീണ്ടും ആ ഒരു സമാധിയായിട്ട് തന്നെയാണ്. ശരീരം വെടിഞ്ഞു, തന്നിലെ ചൈതന്യം ഈ പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞു. പിന്നീട് ഈ ശരീരം എന്നുള്ളത് കേവലം ഒരു ജഡവസ്തു മാത്രമാണ്. ഈ ജഡവസ്തു എന്ത് ചെയ്താലും പിന്നീട് ഒരു കുഴപ്പമില്ല. ഒരു മഹാസമാധിയില് എന്തൊക്കെ ചടങ്ങുകളാണ് വരുന്നത്? മഹാസമാധി സാധാരണ നിലയിൽ അങ്ങനെ ഒരു മഹാസമാധി പ്രാപിച്ച സന്യാസി വര്യനെ സംബന്ധിച്ചിടത്തോളം മഹാസമാധി ആവുന്ന സമയത്ത് ഒരു ചടങ്ങുകൾ ചെയ്യില്ലേ? ആ ചടങ്ങുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സമാധി ഇരുത്തുക എന്നുള്ളതാണ്. ജീവൻ വെടിയുമ്പോൾ ഉടനെ തന്നെ സാധാരണ നിലയിൽ പലരും പത്മാസനം ബന്ധിച്ചിരുന്നുകൊണ്ടായിരിക്കും ജീവൻ വെടിയുന്നത്. ഇനി അങ്ങനെ അല്ലാത്തവരെയും ചിലപ്പോൾ കിടന്നുകൊണ്ട് ജീവൻ വെടിയുകയാണെങ്കിൽ എഴുന്നേൽപ്പിച്ചിരുത്തി പത്മാസനം ബന്ധിച്ച് ഇരുത്തും. അതിനുശേഷം സാധാരണ ശിവഗിരി മഠത്തിലൊക്കെ കണ്ടുവന്നിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം പിന്നീട് ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലേക്ക് ഇരുത്തുകയാണ്. അപ്പൊ ആ കുഴി നിറയെ ഉപ്പും ഭസ്മവും കർപ്പൂരവും മണലും ചേർത്ത് അതിൽ നിറയ്ക്കും. അങ്ങനെയാണ് സാധാരണ ഒരു സമാധി ഇരുത്തൽ ചടങ്ങ് നടത്തുന്നത്. അത് ഈ ഭൗതിക ശരീരത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണ്. പിന്നീട് അവിടെ മറ്റൊരു മോക്ഷദീപം നടത്തുക, ഒരു പ്രാർത്ഥന നടത്തുക, ഇതൊക്കെയാണ് സാധാരണ ഞങ്ങള് ശിവഗിരി മഠത്തിൽ ചെയ്തു വരുന്നത്. ഞങ്ങളുടെ പിതാവിന്റെ പേര് പാപ്പച്ചൻ എന്നാണ്. 2 സഹോദരിമാരും ഏറെക്കാലമായി ആറാലമൂട് ചന്തയിൽ തൊഴിലാളിയായിരുന്നു. പൂജാവിധികളൊന്നും പഠിച്ചതായി അറിയില്ല. പക്ക ക്രിമിനലും ചെറിയൊരു കള്ളനുമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു സ്വാമിജി എന്നുള്ള രീതിയിൽ വരാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ പെട്ടെന്ന് ആത്മീയമായ ഒരു പരിവർത്തനത്തിലേക്ക് മാറുമോ എന്ന് ചോദിച്ചാൽ മാറിക്കൂടായികയില്ല എന്ന് തന്നെയാണ് അതിന് ഉത്തരം. ഈ ഒരു മഹാസമാധിയിലേക്ക് വരാൻ വേണ്ടി എല്ലാ മതസ്ഥർക്കും പറ്റുമോ? ഹിന്ദുസിൽ തന്നെ എല്ലാ അല്ല, ഞാൻ ഈ മഹാസമാധി എന്ന് പറയുന്നത് അത് ഈ വേദാന്തത്തിന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് പറഞ്ഞു തന്നെയുള്ളൂ. എല്ലാ മതത്തിലും അതിന് പര്യാപ്തമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഇനിയും ഈ ലോകത്തേക്ക് കടന്നു വരാൻ കഴിയാത്തൊരു നിലയെയാണ് സമാധി, മഹാസമാധി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എല്ലാ മതങ്ങളിലും അതിനനുസൃതമായിട്ടുള്ള സങ്കല്പങ്ങൾ ഉണ്ട്. അതിന്റെ ഒരു അനുഭൂതികമായ തലത്തിൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിട്ടുമുണ്ട്.